4:30, 4:45 ആവുന്ന സമയമായപ്പോഴേക്കും ഏകദേശം പണിയൊക്കെ ഒതുക്കി ബാഗ് പാക്ക് ചെയ്യാനുള്ള എല്ലാ മൈൻഡ് സെറ്റുമായിട്ട് റെഡിയായി നിൽക്കുന്ന സമയത്താണ് ദേ ഒരു 1:30 പണിയുമായിട്ട് എൻ്റെ കൊളീഗ് വന്നത്. പിന്നെ അതെല്ലാം ചെയ്ത് മെയിൽസൊക്കെ അയച്ച് സിസ്റ്റത്തിലൊക്കെ അപ്ഡേറ്റ് ചെയ്ത് വന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും 5, 5:15 കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ദിവസമായിരുന്നു. ചില ദിവസങ്ങളൊക്കെ അങ്ങനെയാണ്. അപ്പോൾ ഞാനിപ്പോൾ NHSൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 1 മാസം കഴിഞ്ഞു കേട്ടോ. ഞാൻ അത്യാവശ്യം നന്നായി എൻജോയ് ചെയ്ത് വരുന്നു. പക്ഷേ ആദ്യത്തെ 3 ദിവസം ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു. ഓൺലൈൻ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ. ഇത് കൊള്ളാമല്ലോ, ഇത് അങ്ങനെയൊക്കെ ആണല്ലേ എന്നൊക്കെ വിചാരിച്ച് 3 ദിവസം അടിപൊളിയായിരുന്നു. 4-ാമത്തെ ദിവസം ഒരു ചെറിയ ട്രെയിനിങ് പോലെയൊക്കെ ഉണ്ടായിരുന്നു. 5-ാമത്തെ ദിവസം എങ്ങനെയൊക്കെയോ പോയി. പിന്നെ വരുന്ന മൺഡേ ആട്ടോ കഥ കളി മാറിയത്. കാരണം അന്ന് ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യണം. എനിക്ക് പ്രത്യേകിച്ച് ആരും പറഞ്ഞു തരാനും കാര്യങ്ങളൊന്നും ആ സമയത്ത് ഉണ്ടായില്ല. ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും എൻ്റെ ലൈൻ മാനേജറും മൈൽസ് ആൻഡ് മൈൽസ് അപ്പാർട്ടാട്ടോ. അപ്പം ഞങ്ങൾ അക്കരെ ഇക്കരെ നിന്നിട്ടുള്ള മെയിൽ അയച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ റോൾ എന്ന് പറയുമ്പോൾ കുറച്ച് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കണം. അതുപോലെ തന്നെ പല കാര്യങ്ങളും ഞാനാണ് ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത്. അതെനിക്കൊരു വലിയ ടാസ്ക് ആയിരുന്നു. കാരണം NHS എക്സ്പീരിയൻസ് ഇല്ലാത്തതിൻ്റെ എല്ലാ കുറവുകളും ഉണ്ട്. ഫസ്റ്റ് ദിവസം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കാരണം പ്രീവിയസ്ലി ഞാൻ അഡ്മിനായിട്ട് ഇതുവരെ വർക്ക് ചെയ്തിട്ടില്ല. എൻ്റെ ഫസ്റ്റ് അഡ്മിൻ റോൾ ആട്ടോ. അതും ഫസ്റ്റ് NHS ജോബും കൂടെ ആയ സമയത്ത് കുറച്ച് സ്ട്രഗ്ലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങ് യൂസ്ഡായി. അപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ മെയിൻ പരിപാടി എന്ന് വെച്ചാൽ കുക്കിംഗ് തന്നെയാണ് ഗൈസ്. അങ്ങനെ എൻ്റെ ആസ്ഥാന ഭക്ഷണം ബ്രോക്കലി, അതുപോലെ തന്നെ പയർ, ചില സമയത്ത് ഒരു ആർഭാടത്തിന് മുട്ട പൊരിച്ചത്. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ ഈവനിങ്. നിങ്ങളുടെ ഈവനിങ് എങ്ങനെ ഉണ്ടായിരുന്നു ഷെയർ ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ബൈ.